ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇങ്ങടുത്തു. സ്ഥാനാർത്ഥി നിർണയ ചർച്ച എന്ന് തുടങ്ങിയോ അന്ന് തൊട്ട് കോൺഗ്രസിൽ അടിയും തുടങ്ങി. 7 കോൺഗ്രസ് എംപിമാർക്ക് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യമേ ഇല്ല. തങ്ങൾക്ക് സീറ്റ് തന്നാലും വേണ്ട എന്നാണ് ഇവർ പറയുന്നത്. ആരാ ഈ മഹാന്മാർ എന്നല്ലേ? കെ മുരളീധരൻ, കൊടിക്കുന്നിൽ സുരേഷ്, MK രാഘവൻ, TN പ്രതാപൻ, അടൂർ പ്രകാശ്, ആന്റോ ആന്റണി, ബെന്നി ബെഹനാൻ ഇവരൊക്കെയാണ്. അല്ല, എന്താ ഇവർക്കിപ്പോ സീറ്റ് വേണ്ടാത്തേ? അല്ലെങ്കിൽ ഒരു സീറ്റിന് വേണ്ടി തമ്മിൽ തല്ലുന്ന ആൾക്കാരാണല്ലോ. പുതിയ പിള്ളേര് കയറി വരട്ടെ എന്നായിരിക്കുമല്ലേ? അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കല്ലേ. ഇവർക്ക് ലോക്സഭ വേണ്ട, നിയമസഭയിൽ മത്സരിച്ചാൽ മതിയെന്ന്. സ്വാഭാവികം. ലോക്സഭയിൽ പോയാൽ കൈയിട്ട് വാരാൻ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് 5 വർഷം കൊണ്ട് ഇവർക്ക് നന്നായി മനസ്സിലായി. ഈ പ്രാവശ്യവും അധികാരത്തിൽ വരില്ല എന്ന് കോൺഗ്രസ്സുകാർക്ക് തന്നെ നല്ല വിശ്വാസമാണെന്ന് തോന്നുന്നു. പോരാത്തതിന് നാട്ടിലിറങ്ങിയാൽ വോട്ടർമാർ കൈവയ്ക്കുന്ന അവസ്ഥ. 5 കൊല്ലം പാർലമെന്റിനകത്ത് വായ തുറന്നിട്ടില്ല, നാടിനു വേണ്ടി ശബ്ദിച്ചിട്ടുമില്ല. MP ഫണ്ട് പോലും മര്യാദയ്ക്ക് വാങ്ങിയെടുത്ത് കേരളത്തിന് വേണ്ടി വിനിയോഗിച്ചിട്ടില്ല. 5 കൊല്ലം എന്നതായിരുന്നു പണി എന്ന് നാട്ടുകാർ ചോദിക്കുമെന്ന് ഉറപ്പ്. അതാണ് മറ്റൊരു പേടി. സിറ്റിംഗ് MPമാർക്ക് മാറ്റമുണ്ടാകില്ലെന്ന് നേതാക്കൾ നയമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗതി കണ്ടറിയാം. തോറ്റ MPമാരെ ആ കാരണം പറഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്താമെന്ന ചിന്തയുമുണ്ട്. ചിലർക്കിട്ട് പാര പണിയാനുള്ള ചിന്ത. 3-ാം സീറ്റ് കിട്ടിയേ തീരൂ എന്നാണ് മുസ്ലിം ലീഗിന്റെ കടുംപിടുത്തം. ലീഗിന്റെ കണ്ണ് രാജ്യസഭയിൽ ഒഴിവ് വരുന്ന ഒരു സീറ്റിലാണ്. കോൺഗ്രസ് എവിടെയെങ്കിലും 2 ജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയാമെങ്കിൽ അത് ലീഗിന്റെ മിടുക്കാണെന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. അവർക്ക് 3-ാം സീറ്റ് ആവശ്യപ്പെടാൻ എല്ലാ യോഗ്യതയും അവകാശവും ഉണ്ടെന്നാണ് നേതൃത്വം പറയുന്നത്. ലീഗിനെ അനുനയിപ്പിച്ചുവെന്ന് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെട്ടെങ്കിലും കഴിഞ്ഞ ദിവസവും 3-ാം സീറ്റിൽ നിന്ന് പിന്മാറിയിട്ടില്ലെന്ന് ലീഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം സീറ്റിന് വേണ്ടി ജോസഫിന്റെ കേരള കോൺഗ്രസിൽ കൂട്ടയണി നടക്കുന്നു. കോട്ടയത്ത് 4-5 പേർ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. കോൺഗ്രസിലെ ചില നേതാക്കളെ സ്വാധീനിച്ച് സീറ്റ് തരപ്പെടുത്താനാണ് ചരടുവലി. സമാന്തര സമിതി രൂപീകരിച്ച് INTUCയും വെല്ലുവിളിക്കുന്നു. 2 തവണ മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിച്ചിരിക്കുകയാണ് INTUC. എവിടെ തൊട്ടാലും തർക്കം. എന്തൊരു പാർട്ടിയാടേ നിങ്ങളൊക്കെ? ഒരു പാർട്ടി തന്നെയാണോ ഇത്? തെരഞ്ഞെടുപ്പ് ദിവസമെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കാമല്ലോ, അല്ലേ?